ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫിയോണ ബിജു. നേശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ പാർലമെന്ററി ഇലക്ഷൻ അതിവിപുലമായി നടത്തപ്പെട്ടു. ഓഗസ്റ്റ് 14 രാവിലെ 11 മണിക്ക് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. ജനാധിപത്യ രീതിയിൽ ഇലക്ഷന്റെ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കപ്പെട്ടാണ് ഇലക്ഷൻ നടന്നത്. നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനും പിൻവലിക്കാനും ഇലക്ഷൻ പ്രചാരണത്തിനുമെല്ലാം കുട്ടികൾക്ക് അവസരം നൽകി. സെമിനാർ ഹാളിൽ വെച്ചാണ് ഇലക്ഷൻ നടന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനം ഇലക്ഷൻ നടത്തുന്നതിന് വളരെയധികം സഹായകരമായി. കുട്ടികളുടെ കൈകളിൽ വിരലടയാളം രേഖപ്പെടുത്തിയാണ് ഇലക്ഷൻ നടന്നത്. ബാലറ്റ് പേപ്പർ വഴിയാണ് ഈ വർഷം ഇലക്ഷൻ നടത്തിയത്. സ്കൂൾ ലീഡറായി മാസ്റ്റർ അനന്തകൃഷ്ണ പ്രശാന്തും ചെയർപേഴ്സണായി കുമാരി ജിസ്നാൻഡിജോയും തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലാസ് 1ാം ക്ലാസ് പ്രതിനിധിയായി കുമാരി ശിവദ മഹേശൻ, 2ാം ക്ലാസ് പ്രതിനിധിയായി മാസ്റ്റർ ക്രിസ്റ്റി ഷിൻഡോ, 3ാം ക്ലാസ് പ്രതിനിധിയായി കുമാരി അയോണ സാബു, 4ാം ക്ലാസ് പ്രതിനിധിയായി ഇവാനിയ തോമസ്, 5ാം ക്ലാസ് പ്രതിനിധിയായി കുമാരി ആമിറോ സജോയ്, 6ാം ക്ലാസ് പ്രതിനിധിയായി കുമാരി അനശ്വര സന്തോഷ്, 7ാം ക്ലാസ് പ്രതിനിധിയായി കുമാരി സ്നേഹ സജി, 8ാം ക്ലാസ് പ്രതിനിധിയായി കുമാരി ജിസ്ന ജിൻഡോ, 9ാം ക്ലാസ് പ്രതിനിധിയായി മാസ്റ്റർ അനന്തകൃഷ്ണ പ്രശാന്ത്, 10ാം ക്ലാസ് പ്രതിനിധിയായി മാസ്റ്റർ ആകാശ് സാബു എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴികരുകില് വാക്കേറ്റം, വോട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരു കൈകൂട്ടി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലെ